ഇടുക്കിയിൽ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തെന്ന ആരോപണത്തിൽ എസ്ഐക്കും സിപിഒയ്ക്കും സസ്പെൻഷൻ. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ മുൻ പ്രിൻസിപ്പൽ എസ്ഐ NJ സുനേഖ, സിപിഒ മനു പി ജോസ് എന്നിവർക്കാണ് സസ്പെൻഷൻ. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ബൈക്കിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏപ്രിൽ 25 രാത്രിയിലാണ് ഈ കള്ളക്കേസ് സംബന്ധിച്ച ആരോപണ വിധേയമായ സംഭവം ഉണ്ടാകുന്നത്. വാഹന പരിശോധനയ്ക്കിടെ 18 വയസ്സുകാരനായ ആസിഫും ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരും ചേർന്ന് ഈ സിപിഒ ആയ മനു ജോണിനെ ഇടിച്ചു തെറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നത്. ഇതിനു മുമ്പ് ഇവരെ പോലീസ് മറ്റൊരു വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ സമയത്ത് ഈ വാഹനം കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനം പോലീസിന് തിരികെ കൊടുക്കേണ്ട വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു വൈരാഗ്യം തീർക്കുകയാണ് ഉണ്ടായത് എന്നുള്ളൊരു ആരോപണമാണ് ഈ ആസിഫും മാതാവ് മുമ്പോട്ട് വെച്ച ആരോപണം അതായിരുന്നു. ഇതിലാണ് ഈ ഒരു കേസ് അന്വേഷണം നടത്തിയത്. ഇതിനിടെ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ ആസിഫിനെ വലിയ രീതിയിൽ പോലീസ് മർദ്ദിച്ചു എന്ന ഒരു ശബ്ദ സന്ദേശവും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന 17-കാരന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ ഈ കേസിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ രണ്ട് ഉദ്യോഗസ്ഥർ, അതായത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ മുൻ പ്രിൻസിപ്പൽ എസ്ഐ ആയിരുന്ന NJ സുനേഖ, അതുപോലെ തന്നെ സിപിഒ മനു ജോസ് എന്നിവരെ സ്ഥലം മാറ്റിയിരുന്നു. പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയാണ് ഇരുവർക്കുമെതിരെ നടപടി എടുത്തിട്ടുള്ളത്. അന്വേഷണ വിധേയമാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുബിൻ, യുവാക്കളുടെ പരാതി സത്യസന്ധമാണ് എന്ന് കണ്ടതിന് ശേഷമാണല്ലോ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷനോടുകൂടി നടപടികൾ അവസാനിക്കുകയാണോ, അതോ ഇനിയും ഇതിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ? ഇരുവർക്കുമെതിരെ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തി വരുന്നത്. പ്രധാനമായും ഈ ഒരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള ഒരു ആരോപണം, അത് സാധൂകരിക്കത്തക്ക വിവരങ്ങൾ പ്രധാനമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ആസിഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒപ്പമുണ്ടായ യുവാവിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആരോപണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം ഈ ആസിഫിന്റെ മാതാവ് പരാതി നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം സുഗമമായി തന്നെ മുമ്പോട്ട് പോയത്. ഇതിൽ ഈ ഒരു അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട്, ഈ ഒരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടിയും എടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. ശരി, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.